കറുപ്പം കോട്ടയത്തല്ലേ? ആ, ഇന്ന് പോവും. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. കാണണം. ഓട്ടമുണ്ട്. ഉളുന്താനെ സണ്ണിയോ? എടാ അച്ചായോ, നീ അങ്ങ് ഏഷ്യയുടെ അപ്പൂനെ പോലെ ആയല്ലോ. അവന്റെ ഒരു തടിയും വയറും. ഐശ്വര്യമുള്ള പെമ്പിള്ളാര് വെച്ച് വിളമ്പി തന്ന ഇങ്ങനെ. ആ, അതിരിക്കട്ടെ. നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു. ആലിസും മോളും? ആ, അവളെ മോളെ വീട്ടിൽ കൊണ്ടാക്കി. പ്രൊഡക്ഷൻ നമ്പർ 2. ഇത്ര പെട്ടെന്ന്? ഈ സണ്ണിക്കുട്ടിയുടെ കാര്യമൊക്കെ ഫിങ് ഫിങ് നടക്കും. ആവുന്ന കാലത്ത് വേണ്ടുന്ന പണിയൊക്കെ കഴിച്ചു വെച്ചാ വയസ്സുകാലത്ത് താങ്ങാൻ പിള്ളേരെങ്കിലും കാണും. ആട്ടെ, നീ എത്ര ദിവസം അവിടെ കാണും? ആ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആ പാടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു അവള് പറയാൻ കയറുമ്പോഴാ. അപ്പോ ഇത്തവണത്തെ നിന്റെ എഴുന്നള്ളത്ത് നമുക്കങ്ങ് വേഷ ആഘോഷിക്കണം. എന്താ? ഷെറീഫും വരുന്നുണ്ട്. കത്തുണ്ടായിരുന്നു. ആ, എനിക്ക് എഴുതിയിരുന്നു. ഏതായാലും അവൻ വരുന്ന നന്നായി. പാവം ആ പെങ്കൊച്ചു രക്ഷപ്പെട്ടു. ഏത് പെങ്കൊച്ചു? ഈട അവന്റെ കെട്ടിയോളന്ന് കെട്ടിക്കൊണ്ടിട്ടു പോയി പോക്കില്ലേ? ആ, അതുകൊണ്ടെന്താ? വേണ്ടത്ര പണമല്ലേ? പണം കൊണ്ടെല്ലാം ആയോ? ഭർത്താവ് വരിയില്ലാത്ത സുന്ദരിയായ ഭാര്യയുടെ ഫിങ് ഫിങ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, ബൈ ദ വേ, നിനക്കും കുട്ടിയാളിക്കേക്കും വിസയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് അവ എഴുതിയിരുന്നു. ഞാനും ആ പ്രതീക്ഷയിലാണ്. ധൈര്യമായിരടാ, എല്ലാം അവ ശരിയായിക്കൊണ്ട് വരും. പക്ഷെ കുട്ടിയാലിക്ക് ധൃതി പിടിച്ച് എവിടെയൊക്കെയോ ചെന്ന് വീഴുന്നുണ്ട്. ഇന്ന് നമുക്ക് രണ്ടാലൊന്നറിയാം. ഈ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിലേ കാലിന്റെ മുട്ട് വരെ തേങ്ങനെ. നമ്മുടെ കുട്ടിയാലിക്കല്ലേ? കുട്ടിയാലിക്കാ നിക്കവിടെ. ഇന്ന് രണ്ടാലൊന്നറിയണം. നമുക്ക് നമ്മുടെ കായ് കിട്ടണം. റോഡിൽ കിടന്ന് തീരെ പിഞ്ചിങ് ആകാതെ കുട്ടിയാലിക്കാ. ഒന്ന് അടങ്ങ്, നമുക്ക് വഴി ഉണ്ടാക്കാം. ഒരു വഴിയും പറയണ്ട. നമ്മുടെ കായ് കിട്ടിയാൽ നമ്മൾ മടങ്ങും. ആ പാവത്തിന്റെ കാശ് കൊടുത്തേ. കാശോ? ഞങ്ങളോ? അല്ലോ, ഇവരല്ല. ആ ആശാൻ കള്ള മിച്ചക്കാരൻ. പമ്പ് മാറ്റത്. രൂപക്ക് ചെല്ലുമ്പോ വിസ ആരാന്ന് പറയും. വിസക്ക് ചെല്ലുമ്പോ പിന്നെ ആട്ടെ എന്ന് പറയും. ഞമ്മക്ക് ഇനി അവന്റെ വിസയും വേണ്ട, കിസ്സയും വേണ്ട. ഞമ്മക്ക് നമ്മുടെ കായ് വന്നാൽ അന്നേ ഞാൻ കുട്ടിയാലിക്കോട് പറഞ്ഞ സണ്ണി, രൂപ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണമെന്ന്. ഏതായാലും ഷെരീഫ് വരുമ്പോ വിസ കൊണ്ടുവരും. അതിനു മുമ്പ് കുട്ടിയാലിക്ക് പോകാൻ ശ്രദ്ധിയേ. അവര് ഇവിടെ ഉണ്ടെന്നറിയാം. അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഞമ്മ ദിവസവും പോണതല്ലേ. പോയി പോയി നമ്മുടെ സൈക്കിളിന്റെ ചെയിനും തേഞ്ഞ് നമ്മുടെ പെടലും പൊട്ടും. ഉള്ളത് മുഴുവനും വിറ്റുണ്ടാക്കിയ കാശ. നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മ, ഞങ്ങളൊന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇന്ന് രാത്രി ശാപ്പാട് ഉമ്മയുടെ വക. പറ്റുമേ നീ കാശും തിരിച്ചു വാങ്ങിച്ചോട്. ചാപ്പാട്ട് രാം. ഇട നിനക്ക് വേണ്ടേ? വേണ്ട. കഴിഞ്ഞ വരുന്നാളിനെ ഉമ്മ വിളിച്ച കോഴിയുടെ ഫിങ് ഫിങ് ഉണ്ടല്ലോ, ഇപ്പോഴും നാക്കിലിരിക്കുക. മോൻ പോയേച്ചുവാ. ഒരു കോഴിയുണ്ട്, നമ്മളിത് ശരിയാക്കി വെക്കാം. നീ വരുന്നോ? കോഴി ഇടിച്ചുള്ള അറിയാം. ഇന്ന് ഞാനില്ല. എനിക്കറിയാം കേട്ടോ. നീ എവിടാ പോകുന്നത്? നമുക്ക് അമ്മനെ കണ്ടു. മോനെ അടിപടി ഒന്നും ഉണ്ടാക്കല്ലേ. അയ്യോ, ഉമ്മയുടെ കോഴി ഇറച്ചി തന്നെ ഞങ്ങൾ ഇപ്പൊ വരും. വാ. മതി മതി. അപ്പൊ ആശാനെ, ആശാന്റെ ഭാര്യ മക്കളെ വിളിച്ചോണ്ട് വന്നില്ലേ? ഇപ്പൊ അവരെ കൊണ്ടുവന്ന ശരിയാകത്തില്ല. ഒരു ഇന്റർവ്യൂ കൂടി നടത്തിയിട്ട് കുറച്ച് കാശ് കൂടി അങ്ങ് സംഘടിപ്പിച്ച് നമുക്കത് മുൻകളയാം. വാവട്ടെ കഴിക്കാം. വേണ? ആ, മുങ്ങിക്കോ. പക്ഷേ ഇങ്ങനെ കാശ് തന്നിട്ട് മതി. കാശോ? തന്റെ കാശോ? എന്റെ കാശൊന്നുമല്ല, ദേ ഈ പാവത്തിന്റെ കാശ്. ആ, ഇയാളുടെ വിസയും ടിക്കറ്റും അടുത്ത ദിവസം വരുമല്ലോ അല്ലേ ആശാനെ? അതല്ലേ ഞാൻ ഇങ്ങനോട് പറഞ്ഞു വിട്ടത്. ആ, താൻ പോയി കുത്തിവെച്ച് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് ശരിയാക്ക്. നമ്മൾ കുത്തണമില്ല വെക്കണമില്ല. നമുക്ക് നമ്മുടെ കാശ് കിട്ടിയാൽ മതി. കാശോ? കാശ് തരാനൊന്നും പറ്റത്തില്ല. സംഗതി ശരിയായപ്പോ കാശോ? സംഗതി ശരിയായപ്പോ കാശോ? തന്റെ ഒരു സംഗതി വേണ്ട, മറ്റേ കാശുള്ളോ? ഒന്ന് പോണത്തെ വരട്ടാതെ. എടാ നീ സംഗതി മറ്റേ കാശ് നിന്റെ പലയല്ല ഇറങ്ങി ആ കാലിലല്ല എനിക്കിടെ പൊങ്ങണം.
പോട്ടെ താഴോട്ട് പോട്ടെ പോട്ടടാ മുങ്ങി കുളിച്ചോ കണിക്കേ ഇവിടെ പിൻകീം ആക്കി നമ്മള് ഞമ്മ ഓട വെച്ച് മറച്ചു തരാം നീ കുണി കുപ്പായൊക്കെ അയച്ചിട്ട് ഫുൾ ആൾക്കാരൊന്നും വെക്കണം അവിടെ മഞ്ഞത്തടക്കണം ഇങ്ങനെയാണ് പോകുന്നത് പാവങ്ങളുടെ കാശ് വെട്ടിക്കല്ലടാ തിരിച്ചു കൊടുക്കടാ നീ സണ്ണിക്കുട്ടിയെ തല്ലിയല്ലേ നമുക്ക് അവിടെ കടപ്പെടാ വാച്ച് തണ്ണിമോനെ മയ്യത്തിന്റെ മണം കേൾക്കണമെങ്കിൽ ഓടിവാ എന്താ ഇത് മോനെ ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാലേ ഞമ്മള് ഗാമയുടെ ശിഷ്യനാണ് കേടക്കടാ ഇവിടെ ഇവിടെ കൊടുക്ക് കൊടുക്കടാ അവിടെ കൊണ്ടാ പിന്നെ വല്ലപ്പോഴും വരുമ്പം ഈ വഴി കയറാം വരട്ടെ കുട്ടിയാളിക്ക് പിന്നെ മിസ്സേ എണ്ണ ഇട്ട് തടവി ചൂടുവെള്ളത്തിൽ കുളിച്ച അയ്യോ അവര് പോയോ? അവന്മാര് പറഞ്ഞു കേട്ടില്ലേ വിസയും ടിക്കറ്റും റെഡിയാണെന്ന്. ഇത് നേരാവോ? ഈ വിസ എന്ന് പറയുന്ന വല്ല മാവേലി ഷോലും കിട്ടുന്ന നിങ്ങളുടെ പേര് നിങ്ങളെ പോലെ ചില മണ്ടന്മാരെന്ന് വീഴും ഓരോ തന്നെ വലയില്. ഒന്നടങ്ങ്, നാളെ ഷെറീഫ് വരുന്നത്. എന്നാ നമ്മൾ ഒന്നുകൂടി തല്ലിട്ട് വരാം. കുട്ടിയാലിക്ക് വീട്ടിൽ ചെന്ന് ഉമ്മ എടുത്ത് കോഴിയൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണം. സണ്ണിക്കുട്ടി പോയി 2 ഫിങ് അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മളും കൂടെ വരാം. അവിടുന്ന് 2 താറാമുട്ട മേടിച്ച് തരുമോ നമുക്ക്? വാങ്ങിച്ചു തരാം. എത്ര നല്ല പ്രതീക്ഷ. പക്ഷെ ജീവിതം യാഥാർത്ഥ്യങ്ങൾ കൂടി ബാലേട്ടൻ ചിന്തിക്കണം. എന്റെ ജീവിത സങ്കല്പങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരമൊരു ജീവിതം നിനക്കിഷ്ടമല്ലേ നല്ലി? സമ്പന്നമായൊരു ജീവിതം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ? അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ദുബായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഈ ആശയും വാശിയും നിന്റേത് കൂടിയല്ലേ? ബാലേട്ടനാണ് എന്റെ എല്ലാം. ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ വാക്ക് മാത്രം മതി. പിന്നെ എത്ര നാളെ അങ്ങനെ ഒളിച്ചും പതുങ്ങിയ? എന്നിട്ടും കുസൃതിക്ക് കുറവൊന്നുമില്ലല്ലോ. ഇന്ന് തല്ല് കിട്ടിയത് തന്നെ വീട്ടിൽ നിന്ന്. ഒരു അമ്പലത്തിൽ പോക്ക്. വീടല്ലേ? ഏയ് പോട്ടെ, ഇപ്പൊ പോയിക്കോ, നാളെ വരണം.